എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ KMCC നാഷണൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നിടത്താണുള്ളത്. ഏഷ്യൻ ടൗണിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ജനപങ്കാളിത്തം കൊണ്ട് ഇത് ചരിത്രം കുറിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വീഡിയോസും അതുപോലെ മറ്റു വിശേഷങ്ങളും നമുക്ക് തുടരെ കാണാം. നാഷണൽ ഡേ സെലിബ്രേഷൻ ഇവിടെ സംഘടിപ്പിച്ച KMCC ഖത്തറിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസ്സമദ് സാഹിബാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിക്കാം. ശരിക്കും KMCC ഖത്തർ ആദ്യമായിട്ടാണ് ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേയിൽ ഇത്ര വമ്പിച്ച വിപുലമായ ഒരു മാർച്ച് പാസ്റ്റും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കുന്നത്. ഇന്ന് കാലത്ത് 6 മണിക്ക് തുടങ്ങിയതാണ്. നമ്മുടെ 100 കണക്കിന് പ്രവർത്തകന്മാർ വന്ന വോളിബോൾ ഉണ്ടായിരുന്നു, വടംവലി ഉണ്ടായിരുന്നു, കുട്ടികളുടെ കുറേ മത്സരങ്ങളുണ്ടായിരുന്നു, വിമൻസിൻ്റെ കുറേ മത്സരങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തായിട്ട് വളരെ മെഗാ മാർച്ച് പാസ്റ്റ്. കാരണം ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആദ്യം ഒരു പ്രീ ഡിസൈൻഡ് റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ടെല്ലാം തെറ്റിക്കേണ്ടി വന്നു. റോഡുമ്മ കൂടെ കയറിയിട്ടൊക്കെ വരേണ്ടി വന്നു. അത്രയും വലിയ ജനപങ്കാളിത്തം. എന്താണ് സ്പോർട്സ് ഡേ മെസ്സേജ് കൊടുക്കാനുള്ള നിങ്ങളെ പ്രവാസികൾക്ക്, നിങ്ങളെ വ്യൂവേഴ്സിന്, നിങ്ങളെ ലിസണേഴ്സിന് KMCC ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ തീം തന്നെ ആരോഗ്യം. നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ആരോഗ്യത്തോടു കൂടിയുള്ള പ്രവാസ ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ പ്രവാസികൾക്കും അതിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഈ ഒരു സ്പോർട്സ് ഡേയുടെ സന്ദേശവും KMCC ഖത്തറിൻ്റെ തീമും. താങ്ക് യു ഡോക്ടർ അബ്ദുസ്സമദ്. Happy Qatar National Sports Day. പറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ ഫുള്ള് മറ്റേ ചോറ് പറഞ്ഞു എന്നല്ല നമുക്ക് പറയാൻ സ്പോർട്സിനെ കുറിച്ചിട്ട് സ്പോർട്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഖത്തർ മാത്രമായിരിക്കും ഒരു സ്പോർട്സിന്റെ ഒരു പൊതു അവധിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം വെച്ചാൽ നമുക്ക് ഖത്തർ തന്നിട്ടുള്ള ഏറ്റവും നല്ല ഒരു അടിപൊളി ദിവസമാണ്. മറ്റു രാജ്യങ്ങളിൽ ഒന്നുമില്ലാത്തൊരു സംഭവം എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ ഫിറ്റ്നസ് നോക്കാൻ കൂടി പ്രൊമോട്ട് ചെയ്യുന്നൊരു ദിവസമായിട്ട് ഞാൻ ഇത് കണക്കാക്കുന്നത്. സ്പോർട്സ് ഡേ, ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേ ഞങ്ങൾ KMCCയുടെ കുടുംബം ഒന്നിച്ചിവിടെ ആഘോഷിക്കുകയാണ്.
വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടന്നു. ഇവിടെ കായിക മത്സരങ്ങൾ നടന്നു. ഏറ്റവും ആകർഷണീയമായ പരേഡ് നടന്നു. വിവിധ ജില്ലകൾ, വിവിധ ഏരിയ കമ്മിറ്റികൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ധാരാളം മത്സരങ്ങൾ നടന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ഉഗ്രം പരിപാടി. സാമൂഹികമാർക്ക് ജന്മം നൽകിയ ഈ ഒരു സംരംഭം പ്രത്യേകിച്ച് വർഷത്തിൽ ഖത്തർ മാത്രമാണ് ഇത്ര വളരെ ഭംഗിയായി ഒരു സ്പോർട്സിനെ കൊണ്ടാടുന്നത്. മാത്രമല്ല ആ സ്പോർട്സിലേക്ക് മൊത്തം കോമൺ ആയിട്ട് ലീവ് പ്രഖ്യാപിച്ചത് ഒരു ഖത്തർ മാത്രമാണ്. പ്രത്യേകിച്ച് ഖത്തറിൽ സ്പോർട്സിന് വളരെ പ്രോത്സാഹനം കൊടുക്കുന്ന രാജ്യമല്ലേ. സ്പോർട്സ് ഡേ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ജനങ്ങൾക്ക് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നത്തെ ഇവിടെ സംഘടിപ്പിച്ച ഖത്തർ KMCC സംഘടിപ്പിച്ച പരിപാടി നമ്മൾ എക്സസൈസ് കൊണ്ട് തുടങ്ങി. എന്തായാലും വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. വളരെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇന്നത്തെ ദിവസം ഈ ദോഹയിൽ വളരെ സന്തോഷകരമായ ഒരു ദിവസം ഞങ്ങളുടെ പ്രവാസി ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം KMCCയെയും ഖത്തർ ഗവൺമെൻറ്റിൻ്റെയും ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുന്നു. മുഖ്യമായ മാർച്ച് പാസ്റ്റ് അതിന് ഫസ്റ്റ് കണ്ടിട്ട് മലപ്പുറം ജില്ലയിലൊക്കെ ദേശീയ സ്പോർട്സ് ദിനത്തോടനുബന്ധിച്ച് KMCC നടത്തിയ സ്പോർട്സ് ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ ഈ ഏഷ്യൻ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാവിലെ 6:30 മുതൽ തുടങ്ങിയതാണ്. ഗ്രൂപ്പ് എക്സസൈസും അതുപോലെ തന്നെ വടംവലി മത്സരവും
അത്തരത്തിൽ നിരവധി കായിക മത്സരങ്ങളും പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് KMCC നടത്തിയിരുന്നു. വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ മാർച്ച് പാസ്റ്റ് ഇവിടെ നടന്നിരുന്നു. മാർച്ച് പാസ്റ്റിൽ ഒന്നാം സ്ഥാനം കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും പങ്കിട്ടിരിക്കുകയാണ്. മാർച്ച് പാസ്റ്റിലെ സെക്കൻഡ് അടിച്ച ടീമിന്റെ ഒപ്പമാണ് തൃശ്ശൂർ ജില്ല. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയാണ് ഇന്നത്തെ മാർച്ച് പാസ്റ്റിലെ സെക്കൻഡ് അടിച്ചത്. അവരോട് ചോദിച്ചറിയാം. തൃശ്ശൂർ ജില്ല തൃശ്ശൂരിൻ്റെതായ എല്ലാ സാംസ്കാരിക അടയാളപ്പെടുത്തലും കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള കലകളും അതോടൊപ്പം തന്നെ ഇൻഡോ അറബ് സാംസ്കാരികതയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ല ഈ പരേഡിൽ അണിനിരുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും അർഹമായ 2ാം സ്ഥാനം നേടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. സ്പോർട്സ് ഇനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുറച്ച് കുറവ് സംഭവിച്ചു എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് 1ാം സ്ഥാനത്തെത്താൻ കഴിയാതെ പോയത്. എന്നിരുന്നാലും ഞങ്ങൾ ആ വിധി നിർണയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നേടിയ 2ാം സ്ഥാനത്ത് ഞങ്ങൾ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സ്പോർട്സ് ഡേ എനിക്ക് തോന്നുന്നത് ഖത്തറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആണ്. കാരണം പ്രത്യേകിച്ചും സ്പോർട്സ് വിങ്ങിലാണ് ഞാൻ KMCC-യിലുള്ളത്. നമ്മുടെ ജില്ല ശരിക്ക് കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് തൃശ്ശൂർ ജില്ല കാഴ്ചവെച്ചത്. വളരെ മനോഹരമായി തന്നെ നമ്മളുടെ സ്പോർട്സ് നടന്നു. ഞങ്ങൾ വനിതാ കമ്മിറ്റിയുടെ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ 1 ഇയർ ആയിട്ടുള്ളൊരു ആഘോഷം കൂടെ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു.